ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് ഒരു ഹെയർ ഓയിലിങ്ങും അതുപോലെ തന്നെ ഒരു ഹെയർ പാക്കും ഒപ്പം ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ടുള്ള ഒരു ഹെയർ സെറം ആട്ടോ കാണിക്കണത്. അതിന് ഒരുപാട് റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ ഇന്ന് അത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യം തന്നെ ഹെയർ ഓയിലിംഗ് ആണ് ചെയ്യണത്. ഞാൻ ആദ്യം തന്നെ കുറച്ച് സമയം ഹെയർ ഓയിൽ ചെയ്ത് വെക്കണുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഓയിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ കുളിക്കണതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുന്നേ ഇതൊക്കെ പാട് ഒരുമിച്ച് ചെയ്തിട്ടാൽ മതി. അപ്പം നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യണത് ആ ഓയിൽ ആദ്യം നന്നായിട്ട് ഹെയറിൽ ഉപയോഗിച്ച് അത് കെട്ടിയിടം മാറ്റി വെക്കുക, മസാജൊക്കെ ചെയ്ത്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന സാധനങ്ങളാണ് ഇന്ന് ഞാൻ തലയിൽ തേക്കണത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് പാക്ക് ഉണ്ടാക്കാം. പാക്കിന് ഉലുവയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഉലുവ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ബുദ്ധിമുട്ടല്ല, അതാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ കൂടെ കുറച്ച് ചെമ്പരത്തിപ്പൂവ് ഉണക്കി വെച്ചതാട്ടോ ഞാൻ. നേരിട്ട് കിട്ടുവാണെങ്കിൽ അതുമായാലും കുഴപ്പമൊന്നുമില്ല. ഇത് രണ്ടും നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കുക. അത്യാവശ്യം തിളച്ച് കുറുകി വരട്ടെ. അപ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു സാധനം കൂടി വേണം, അതാണ് അലോവേര. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്യാൻ പോവാം. ഇത് ഉണങ്ങുമ്പോഴേക്കും തണുക്കുമ്പോഴേക്കും നമുക്ക് അലോവേര എടുത്തിട്ട് കറ കളയാൻ വേണ്ടി വെക്കുക. ഞാൻ കറ കളയാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലാക്കിയിട്ടാണ് വെക്കാറ്. അങ്ങനെ വെക്കുമ്പോൾ പെട്ടെന്ന് പോവാറുണ്ട് കേട്ടോ. ഇങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും. ഇങ്ങനെ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു ഇത് പോവാറുണ്ട്, കറ പോയി കിട്ടാറുണ്ട്. എന്നിട്ട് അത് തണുത്ത കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഈ അലോവേര കൂടി കൂട്ടി മിക്സ് ചെയ്ത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അടിച്ച് മാറ്റി വെക്കുക കേട്ടോ. ഇത്രേ ഉള്ളൂ പാക്ക്. നല്ല അടിപൊളി പാക്കാണ്. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിമ്പിളായിട്ടുള്ള പാക്കാണ്. അപ്പം എനിക്ക് ഒരുപാട് കട്ടിയുള്ള ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ലൂസാക്കിയിട്ട് ഉണ്ടാക്കണം. അതേ പാനിലേക്ക് തന്നെ നമുക്കിനി അടുത്ത സെറം ഉണ്ടാക്കാം. ഇത് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടതാട്ടോ. ഒരുപാട് റിവ്യൂ ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയാണ്, ഹെയർ ലോസൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞെന്ന്. അതിലേക്ക് അവരിടുന്ന 2 സവാളയൊക്കെയാണ്. ഞാനൊരു ചെറിയ മുറി ഇടുന്നുള്ളൂ. എനിക്ക് സവാളയുടെ സ്മെല്ലും ഇഷ്ടമല്ല, ഹെയറിൽ തേക്കണോടും വലിയ താല്പര്യമില്ല. എനിക്കത് തേച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞ അതിലൊരു പേടിയാണ്, മുടി നരച്ച് പോകുമെന്നുള്ളൊരു പേടി കാരണം ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇതിലിങ്ങനെ ഇത്രയും നല്ല ഒരു ഇതൊക്കെ റിവ്യൂ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്തായാലും ഒന്ന് റിസ്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കണേ. അപ്പോൾ ഈ ചായപ്പൊടിയും ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ആ വെള്ളത്തിലേക്ക് തന്നെ ഈ സവാളയുടെ നീര് കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കട്ടെ. അത്യാവശ്യം നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പം ഇതിൻ്റെ സ്മെല്ലിന് അത്യാവശ്യം നല്ല കുറവൊക്കെ ഉണ്ട്. എന്താ പറയുക, ഒരുപാട് കുത്തണമൊന്നുമില്ല. ഇനിയിപ്പോൾ 2 സവാള 1 സവാള ഫുള്ളാക്കി ഇടുമ്പോൾ എങ്ങനെയാണ് സ്മെല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് തണുത്ത് കഴിയുമ്പോൾ സ്പ്രേ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ. എൻ്റെ കയ്യിൽ സ്പ്രേ ചെയ്യുന്ന ബോട്ടിൽ ഉണ്ടായില്ല. പിന്നെ അതൊക്കെ കഴുകിയൊക്കെ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് ഇങ്ങനെ ചെയ്യാമെന്ന്. എനിക്ക് അത്യാവശ്യം നല്ല ഹെയർ ലോസ് വന്നിട്ടുണ്ട്, ഹെയറൊക്കെ ആകെ തകിട്ട് പൊടിയായിട്ടുണ്ട്. അപ്പം ഈ ഓയിലിംഗ് ഒക്കെ കഴിഞ്ഞൊരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ ഇത് ചെയ്ത് വെക്കാം. ഇതിൻ്റെ റിവ്യൂ ഞാൻ കണ്ടത് നന്നായിട്ട് ഹെയർ ലോസ് കുറയേണ്ടത് വീക്കിൽ 3 പ്രാവശ്യമൊക്കെ ഇതാക്കാനായിട്ട് പറയണത്. പിന്നെ താളിയൊക്കെ തേച്ചിട്ട് കളയാനാണ് പറയണത്. എനിക്കെന്തോ അതിനോട് വലിയ താല്പര്യമില്ല. കാരണം സവാളയുടെ കുത്തൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ഷാമ്പൂ ഒന്നും ഉപയോഗിക്കാതെ എങ്ങനെയാണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ള പോലെ ചെയ്യുക, കാരണം അത് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ താളിയൊക്കെ തേച്ച് കുളിക്കുക. പിന്നെ അടുത്ത നമുക്ക് പാക്ക് ഇടാം കേട്ടോ. പാക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കട്ടിയായിട്ടുണ്ടായി ഉലുവ. പിന്നെ ഓൾറെഡി കട്ടിയാവും. നല്ല തണുപ്പാണ്, അത്യാവശ്യം നല്ല തണുപ്പാണ്. പണി കിട്ടും എന്നുള്ളവർ തീർച്ചയായിട്ടും ഒരുപാട് നേരം ഒന്നും ഇതിട്ട് വെക്കരുത്. ഈ ചൂടത്ത് ഈ ഭയങ്കരമായിട്ട് ഇതിടുമ്പോൾ ഭയങ്കര തണുപ്പാട്ട് ഹെയറിന്. അപ്പോൾ അത് നമ്മൾ ആവശ്യത്തിന് എടുത്ത് ഓരോന്ന് പാർട്സായിട്ട് ഉപയോഗിക്കുക, തേക്കുക. പാർട്ടായിട്ട് തേച്ചിട്ട് മുടി കെട്ടി വെക്കുക. ഞാനെന്തായാലും ഒരു 20 മിനിറ്റ് മാക്സിമം അരമണിക്കൂറൊക്കെ വെക്കണുള്ളൂ. ഇത് ഒരുപാട് ഓവറായിട്ട് ഉടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുകി കളയാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഒരുപാട് നേരമൊന്നും വെക്കണില്ല, കുറച്ച് ടൈം മാത്രമേ വെക്കുന്നുള്ളൂ. എല്ലായിടത്തും ആയിട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഹെയർ പാക്കൊക്കെ ഇടുമ്പോൾ വീക്കിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യം എന്തായാലും ഇടണം. 1 പ്രാവശ്യമെങ്കിലൊക്കെ ഇടുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹെയർ ലോസൊക്കെ കുറയും. എന്നെപ്പോലെ മടിയുള്ളവരൊക്കെ ആണെങ്കിൽ മാസത്തിലൊക്കെ 1 പ്രാവശ്യമെങ്കിലും ചെയ്യാൻ ശ്രമിക്കും. ഞാനൊക്കെ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ ദാ ഏകദേശം മടി എൻ്റെ ഹെയറിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നന്നായിട്ട് ഹെയർ ലോസ് വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ട് കൊഴിച്ചിലാണ്. പിന്നെ ഈ ഹെയർ സെറമും കാര്യങ്ങളൊക്കെ 2-3 ദിവസമൊക്കെ യൂസ് ചെയ്യും. 4-ാമത്തെ ദിവസം ഞാനത് മടുക്കും. വീണ്ടും നന്നായിട്ട് ഹെയർ പോയി എന്ന് തോന്നുമ്പോൾ വീണ്ടും ഇതുപോലെ കുത്തിപ്പൊങ്ങി വന്നിട്ട് എന്തെങ്കിലുമൊക്കെ തേക്കാറാണ് പതിവ്. അപ്പോൾ ഇതിന് ഞാൻ ഇങ്ങനെ ആ
പാക്കായിട്ട് ഉപയോഗിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ആദ്യം കാണിച്ചെന്ന ആ സെറം ഉണ്ടല്ലോ അത് മാത്രം ഉപയോഗിച്ചാലും മതി. കാരണം അതിന് ഒരുപാട് നല്ല റിവ്യൂസ് ഉണ്ട് കേട്ടോ. റിവ്യൂ മീൻസ് ഹെയർ ലോസൊക്കെ കുറയണുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം കുളി കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഹെയർ ഇതുപോലെ കുളി കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ ഹെയറാണ് ഈ കാണുന്നത്. ഹെയർ ലോസൊക്കെ കുറവുണ്ട് എന്ന് ചോദിച്ചാൽ ഒറ്റ ദിവസം കൊണ്ടൊന്നും എന്തായാലും റിസൾട്ട് കിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഞാൻ വീക്കിൽ 2 പ്രാവശ്യമെങ്കിലും താരനില്ല ഒരു ഷാമ്പു യൂസ് ചെയ്യുന്നുണ്ട്. ആ ഷാമ്പു ഞാൻ ഇതിലൂടെ കൊടുത്തിട്ടുണ്ടായി. അടിപൊളി ഷാമ്പുവാണ്. ഹെയർ ലോസ് വളരെ കുറവായിരുന്നു.